ഇങ്ങനെയാണ് മ്യൂച്വൽ ഫണ്ടിൽ NAV, അതായത് നെറ്റ് അസറ്റ് വാല്യൂ, യൂണിറ്റിൻ്റെ വാല്യൂ കൂടുന്നത്. ഇത് ഇൻവെസ്റ്റേഴ്സ്, ഇത് അബ്ബാസ്ഖാൻ്റെ ഫ്രണ്ട് മിസ്റ്റർ ബി എന്ന് പറയാം. ഓക്കെ, അബ്ബാസ്ഖാൻ്റെ കയ്യിൽ 10,000 rupees ഉണ്ട്, മിസ്റ്റർ ബിയുടെ കയ്യിൽ 500 rupees ഉണ്ട്. ഇത് രണ്ടും ടാറ്റ എന്ന് പറഞ്ഞ ഒരു മ്യൂച്വൽ ഫണ്ട് കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഓക്കെ, ഈ മ്യൂച്വൽ ഫണ്ട് കമ്പനിയിൽ ഫണ്ട് മാനേജർ ഉണ്ടാവും, അദ്ദേഹം വേരിയസ് സെക്യൂരിറ്റികളിൽ ഇൻവെസ്റ്റ് ചെയ്യും. സിമ്പിളായിട്ട് പറയുക ഓരോരോ കമ്പനികളിലായിട്ട് ഇൻവെസ്റ്റ് ചെയ്യും. ഓക്കെ, ഇപ്പോൾ ഉദാഹരണം വെച്ചാൽ റിലയൻസ്, MRF ഈ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്തു. ഈ റിലയൻസ് നല്ല പെർഫോം ചെയ്തു, MRF നല്ല പെർഫോം ചെയ്തു, ആ കമ്പനി നല്ല ലാഭം ഉണ്ടാക്കി. അപ്പോൾ നമ്മൾ ഈ 10,500 ഇൻവെസ്റ്റ് ചെയ്തതിൽ നിന്ന് ഇവർ ലാഭം ഉണ്ടാക്കുന്ന ഷെയറിൻ്റെ പ്രൈസ് കൂടും, ഒരു ഏകദേശം 15,000 ആയെന്ന് വിചാരിക്കും. ഓക്കെ, ഈ 15,000, അപ്പോൾ അതിന് മുമ്പ് ഈ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് യൂണിറ്റാണ്. ഒരു യൂണിറ്റിന് വില 10 രൂപ എന്ന് പറയാം, എക്സാമ്പിളായിട്ടാണ് 10 രൂപ. അപ്പോൾ അബ്ബാസ്ക്ക് എത്ര യൂണിറ്റ് കിട്ടും? 10,000 ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ 1000 യൂണിറ്റും, അബ്ബാസ്ക്കിൻ്റെ ഫ്രണ്ട് മിസ്റ്റർ ബിക്ക് 50 യൂണിറ്റ്സും ഉണ്ടാവും. അപ്പോൾ ടോട്ടൽ 1,050 യൂണിറ്റ്സും ഉണ്ട്. ഒരു യൂണിറ്റിന് വില 10 രൂപ. ഇത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത വാല്യൂ 10,500, അതിന് ലാഭം ഉണ്ടാക്കി. ആ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ വാല്യുവേഷൻ 15,000 ആയി. ഇവരാരും ഒന്നും വെറുതെ ചെയ്യില്ല, ടാറ്റ കമ്പനി ഒന്നും വെറുതെ ചെയ്യില്ല അല്ലേ? നമുക്കും വേണ്ടിയിട്ടല്ലേ ഈ ഷെയർ വാങ്ങും വിൽക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അതിനൊരു ഫീ അവർ കട്ട് ചെയ്യും. ആ ഫീസ് ജസ്റ്റ് എക്സാമ്പിളായിട്ട് 500 എടുക്കാം. ബാലൻസ് ഉള്ള 14,500 അത് ആർക്കുള്ളതാണ്? ഇൻവെസ്റ്റേഴ്സിനുള്ളതാണ്. ഈ 14,500 ഡിവൈഡ് ബൈ ടോട്ടൽ യൂണിറ്റ്സ് 1050. ഓക്കെ, അപ്പോൾ നമ്മുടെ ഒരു യൂണിറ്റിൻ്റെ പ്രൈസ് എന്നുള്ളത് 13.80 ആയി. ഇങ്ങനെയാണ് മ്യൂച്വൽ ഫണ്ടിൽ NAV, അതായത് നെറ്റ് അസറ്റ് വാല്യൂ, യൂണിറ്റിൻ്റെ വാല്യൂ കൂടുന്നത്. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത കമ്പനി ലാഭം ഉണ്ടാക്കുമ്പോൾ അതിനനുസരിച്ച് ഓട്ടോമാറ്റിക്കായിട്ട് ഇതിൻ്റെ NAV കൂടിക്കൊണ്ടിരിക്കും.